രണ്ടറ്റവും എത്താത്ത പാലങ്ങളുടെ പല കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടറ്റവും എത്താത്ത ഒരു റോഡിൻ്റെ കഥയാണ്. ദൂരെ എങ്ങുമല്ല, കൊച്ചി നഗരത്തിൽ തന്നെയാണ്. നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡാണ്. കളമശ്ശേരിയിൽ വന്ന് അവസാനിച്ചിരിക്കുകയാണ് സീപോർട്ട് എയർപോർട്ട്. അതിനുശേഷം വീണ്ടും ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ, ചെറിയ റോഡൊന്നുമല്ല, 4 വരി പാതയാണ്. ഒരു സൈഡിലാണെങ്കിൽ NAD, മറു സൈഡിലാണെങ്കിൽ HMT. ഈ റോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒടുവിൽ ആ കുരുക്കഴിയുകയാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. NADയും HMTയുമായിട്ടുള്ള തർക്കം പരിഹരിച്ച് അവർക്ക് പണം കൈമാറിക്കഴിഞ്ഞു. എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കും. ഒരുപക്ഷെ രാജ്യത്തിനാദ്യമായിട്ടായിരിക്കും ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ 69 കോടി സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര സംവിധാനങ്ങൾക്ക് നൽകേണ്ടി വരുന്നത്. എന്നാലും ഇത്ര കാലത്തെ പ്രശ്നമല്ലേ, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാർ ഇപ്പോൾ അതിന് അംഗീകാരം നൽകി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആലുവ മഹളാലയത്തിൽ നിന്ന് ചൊവ്വരയിലേക്കും ചൊവ്വരയിൽ നിന്ന് എയർപോർട്ടിലേക്കുമാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് പൂർത്തീകരിക്കേണ്ടത്. ഇതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ പണം കിഫ്ബി വകയിരുത്തി കഴിഞ്ഞു. അടുത്ത മാർച്ച് 15-നകം സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഈ ഒരു ചെറിയ കുരുക്കഴിക്കാൻ വേണ്ടി വന്നത് 1-2 വർഷമല്ല, 23 വർഷമാണ്. അതാണ് നമ്മുടെ കാര്യക്ഷമത. ഇനി നടക്കാൻ പോകുന്ന വികസന പദ്ധതികൾക്കെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.